മകളുമാരെ NTPC ലെവല് ഗ്രൂപ്പ് ഡി ലെവലിൽ നിന്നുകൊണ്ടൊക്കെ നോക്കുമ്പോൾ ഡിജിറ്റ് ഇൻ യൂണിറ്റ്സ് പ്ലേസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന 5 വെറൈറ്റി ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ചോദ്യങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഉറപ്പായും താഴെ കമന്റ് ചെയ്തിരിക്കണം. ട്രിക്കുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൃത്യമായ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തന്നേക്കണം കേട്ടോ. അപ്പോ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ചോദ്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പേ വളരെ ബേസിക് ആകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. പവറുകൾ വരുന്ന സാഹചര്യത്തിൽ ഡിജിറ്റ് ഇൻ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാൻ 4ന്റെ സൈക്ലിസിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ആരുടെ? 4ന്റെ സൈക്ലിസിറ്റിയാണ് നോക്കുന്നത്. ഒരു ഉദാഹരണം പറയട്ടെ. 2⁻51 എന്നാണ് സംഖ്യ എന്ന് വിചാരിക്കുക. എങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് ആരാണ് എന്നറിയാൻ 51 ആകുന്ന ആളിനെ ഞാൻ 4 കൊണ്ട് ഭാഗിച്ചു നോക്കുന്നു. റിമൈൻഡർ ആകുന്നത് ആരാണ് എന്ന് തിരിച്ചറിയുന്നു. ആരായിരിക്കും അവിടെ റിമൈൻഡർ വരുന്നത്? 40 കഴിഞ്ഞ് 44 48 കഴിഞ്ഞ് ഒരു 3 കൂടെ ആകുമ്പോഴേ 51 ആകുള്ളൂ. അതായത് റിമൈൻഡർ എന്ന് പറയുന്നത് 3. അവിടെ റിമൈൻഡർ ആകുന്ന ആളിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. റിമൈൻഡർ 0 ആകാം, അല്ലെങ്കിൽ 1 ആകാം, അല്ലെങ്കിൽ 2 ആകാം, അല്ലെങ്കിൽ 3 ആകാം. എന്ന സാഹചര്യം വരുമ്പോ നമ്മൾ മനസ്സിലാക്കണം, 0 റിമൈൻഡർ വരുന്നതെങ്കിൽ പവറിൽ 4 കൊടുക്കുക. 1 ആണ് വരുന്നതെങ്കിൽ പവറിൽ 1 തന്നെ കൊടുക്കുക. 2 വരുന്നതെങ്കിൽ പവറിൽ 2 തന്നെ കൊടുക്കുക. 3 ആണ് വരുന്നതെങ്കിൽ പവറിൽ 3 തന്നെ കൊടുക്കുക. ഈ ഒരു റൂള് നമുക്കറിയാം. അതിനർത്ഥം 2⁻51 എന്ന് പറയുന്ന ആളിന്റെ യൂണിറ്റ് ആകുന്ന ഡിജിറ്റിൽ വരുന്നത് ആരെന്ന് ചോദിച്ചാൽ 2 ഇവിടെ റിമൈൻഡർ 3 ആയതുകൊണ്ട് പവറിൽ 3 കൊടുക്കാം. 2⁻3 എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ? 2 4 8 യൂണിറ്റ് ആകുന്ന ഡിജിറ്റിൽ വരുന്നത് ആരായിരിക്കും? 8 എന്നായിരിക്കും വരിക. ഈ ഒരു രീതി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഈ ഒരു സംവിധാനം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, ചെയ്തിട്ടും ഉണ്ടാകും. എന്നാൽ മുകളിൽ കിടക്കുന്നതായ ചോദ്യങ്ങളെ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകണമെന്ന് നിർബന്ധമില്ല. എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആകുന്ന രീതിയിൽ 5 ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം നോക്കേ മക്കളെ. 1⁻5 പ്ലസ് 2⁻5 പ്ലസ് 3⁻5 പ്ലസ് എന്നിങ്ങനെ 98�5 വരെയുള്ളതാകുന്ന സംഖ്യകൾ പരിഗണിച്ചാൽ ഇവന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരാൻ പോകുന്നത് ആരായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ശ്രദ്ധാപൂർവം കേട്ടോണം. സൈക്ലിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആരായിട്ടാ പരിഗണിക്കുന്നേ? 4 ആയിട്ടാ പരിഗണിക്കുന്നേ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പവർ 5, ഇവിടെ പവർ 5, ഇവിടെയും 5, എല്ലാ പവറുകളും 5 ആണെങ്കിൽ സൈക്ലിസിറ്റി ആകുന്ന 4 പരിഗണിച്ചാൽ 5നെ 4 കൊണ്ട് ഭാഗിച്ചാൽ വരുന്ന റിമൈൻഡർ ആരാ മക്കളെ? 1 എന്നല്ലേ വരിക? അതെ, 1 വരിക. അങ്ങനെയാണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന ആൾ ആരാണെന്നറിയാൻ ചെറിയ ഒരു പണി പയറ്റിയാ മതി. എന്ത്? 1⁻1 എന്നാക്കാം. നമുക്കറിയാം റിമൈൻഡർ എന്ന് പറയുന്നത് 1 വരുന്നതെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് ആരാണെന്നറിയാൻ പവറിൽ 1 കൊടുത്തു പോയാൽ മതി. അപ്പോ 1⁻5 പകരം എന്തു കൊടുക്കാം? 1⁻1. അതുപോലെ 2⁻5 പകരം 2⁻1. അതുപോലെ 3⁻5 പകരം 3⁻1 എന്നിങ്ങനെ എവിടെ വരെ പോകും മക്കളെ? 98⁻1 വരെ പോകും. ശരിയല്ലേ? അതായത് മുകളിൽ തന്നിട്ടുള്ള ചോദ്യത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് ആരാണെന്നറിയാൻ നമ്മൾ ഇനി ആരെ മാത്രം നോക്കിയാൽ മതി? ഈ പറയുന്ന ആളിനെ നോക്കിയാൽ മതി. ഈ പറയുന്ന ആളിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് ആരാണോ അതാണ് ചോദ്യത്തിനും ഒറ്റയുടെ സ്ഥാനത്ത് വരിക. ഇനി നോക്കേ, പവറിൽ 1 വന്ന നമുക്കറിയാം 1 വന്ന ആ സംഖ്യ തന്നെ ആയിരിക്കും അതിന്റെ ആൻസർ. അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എന്നിങ്ങനെയാകുന്ന രീതിയിൽ നമുക്ക് എവിടെ വരെ പോകാം? 98. ഞാൻ ചോദിക്കട്ടെ, 1 മുതൽ 98 വരെ ആകുന്ന സംഖ്യകൾക്ക് തുക എന്താണോ വരുന്നത് ആ തുകയുടെ ഒറ്റയുടെ സ്ഥാനത്ത് ആരാണോ ഉള്ളത് അതാണ് ചോദ്യത്തിന്റെ ഉത്തരം എന്നല്ലേ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താ മക്കളെ ആ ഇക്വേഷൻ? ആദ്യത്തെ n സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n × n+1/2. അത് അറിഞ്ഞൂടെ? വേണ്ട. അവസാന സംഖ്യ നോക്ക്.
നോക്ക്, അവസാന സംഖ്യ എത്രയാ വന്നേക്കുന്നേ? 98. അവസാന സംഖ്യ എത്രയാ? 98. ആ 98 കഴിഞ്ഞു വരുന്ന തൊട്ടടുത്ത സംഖ്യ ആരാ? 99. അപ്പോ ആ 99നെ തൊട്ടടുത്ത സംഖ്യ ആകുന്ന 99 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് പകുതി എടുക്കുക. എന്ത് ചെയ്യുക? പകുതി എടുക്കുക. കണ്ടോ? അപ്പോ 98 അത് കഴിഞ്ഞു വരുന്നത് 99. അപ്പോ തുക കാണാൻ 98 ഗുണം 99 ഭാഗം എത്ര കൊണ്ട്? 2 കൊണ്ട്. 2 കൊണ്ട് ഈ പറയുന്ന 98നെ വെട്ടിയ എന്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും മക്കളെ? 49 വരും. 98നെ വെട്ടിയ ഗുണം ഇവിടെ ആരാ ഉള്ള? 99. ഒറ്റയുടെ സ്ഥാനത്തിന് ആരാണെന്ന് അറിയാൻ ആരെ മാത്രം പരിഗണിച്ചാൽ മതി? ഈ 9ഉം ഈ 9ഉം കൂടെ പരിഗണിച്ചാൽ മതി. 9ൽ അവസാനിക്കുന്ന രണ്ടാളുകളെ പരസ്പരം ഗുണിച്ച കിട്ടുന്ന ഉത്തരം അവസാനിക്കുന്നത് എത്രയിലായിരിക്കും? 1ലായിരിക്കും. ആരിലായിരിക്കും? 1ലായിരിക്കും. അതായത് 1/5 പ്ലസ് 2/5 പ്ലസ് 3/5 പ്ലസ് ഇങ്ങനെ 98/5 വരെ വരുന്ന ആളുകളുടെ ഒറ്റയുടെ സ്ഥാനത്ത് വൺസ് പ്ലേസിൽ വരുന്നതാകുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് ആരാ മക്കളെ? 1. എങ്ങനെയാ കണ്ടുപിടിച്ചെന്ന് കണ്ടോ? സൈക്ലിസിറ്റി 4 അറിയാം, അങ്ങനെ തന്നെ പോയാൽ മതി. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. സൈക്ലിസിറ്റി 4 ചിന്തിച്ചുകൊണ്ട് അങ്ങ് ചെയ്തേ. സൈക്ലിസിറ്റി 4 ചിന്തിച്ചുകൊണ്ട് ചെയ്തേ. എടാ അവിടെ 118 എല്ലാ ആളുകളുടെയും പവറിൽ വന്നിരിക്കുന്നത്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 118 എന്ന് പറയുന്ന ആളിനെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ കണ്ടുപിടിക്കണം. 118നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ കണ്ടുപിടിക്കേണ്ട ഗതികോടൊന്നും നമുക്കില്ല. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അറിയാൻ അവസാന 2 അക്കങ്ങളെ എടുത്താൽ മതി. അതായത് 18നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 18നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാ? 16 കഴിച്ച് 2 വരും. കണ്ടോ? ഇനി ഇതേ പവർ കൊടുത്തുകൊണ്ട് ആളുകളെ ഒന്ന് എഴുതേ. ഇതേ പവർ കൊടുത്തുകൊണ്ട് ആളെ ഒന്ന് എഴുതേ. റിമൈൻഡർ 2 ആണെങ്കിൽ പവർ ആകുന്ന ആള് ആരായിരിക്കണം? ദാ ഇങ്ങനെ വേണം വരാൻ. 1/2 പ്ലസ് 2/2 പ്ലസ് ഇങ്ങനെ എവിടെ വരെ? 118/2. കണ്ടോ? നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. പവറിൽ 2 കൊടുത്ത് എഴുതണം. ചോദ്യമാകുന്ന ആളിന്റെ യൂണിറ്റ് സ്ഥാനത്ത് വരുന്നവനെ കണ്ടുപിടിക്കാൻ ഈ പവർ 2 വരുന്ന ആളിന്റെ യൂണിറ്റ് സ്ഥാനം നോക്കിയാൽ മതി. 2നും ഒരേ യൂണിറ്റ് സ്ഥാനമായിരിക്കും വരുന്നത് എന്ന ഐഡിയ ഇവിടുന്ന് കിട്ടുന്നത്. ഇനി നോക്കേ, ഇവിടെ തന്നിരിക്കുന്നത് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ ഇങ്ങനെയാകുന്ന ആളുകളുടെ സമ്മല്ലേ. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വളരെ നിസ്സാരമാകുന്ന രീതിയിൽ സ്ക്വയറുകളുടെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്നല്ലേ? ആണോ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ 6. ഇക്വേഷൻ അറിഞ്ഞുകൂടാത്ത ആളുകളെ ഇത് വേണ്ട. ഇക്വേഷൻ അറിഞ്ഞുകൂടാത്ത ആളുകളെ ഇത് വേണ്ട. ലോജിക്കലി മൈൻഡുകളിലേക്ക് നമുക്ക് ആളുകളെ കടത്തിവിടാം. എങ്ങനെ ദാ നോയിക്കോ, ഇവിടെ 118ാമത്തെ ആളിന്റെ കാര്യത്തിലല്ലേ വന്നു നിൽക്കുന്നത്. അപ്പോ 118 അതേപടി എഴുതുക. കണ്ടോ? 118 കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ ആരാ വരുന്നേ? സ്ക്വയറുകളുടെ സമ്മ് കണ്ടുപിടിക്കാൻ അവസാന സംഖ്യ എഴുതി. തൊട്ടടുത്ത സംഖ്യ ആരാണ്? തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് 119. കണ്ടോ? 119. ഇനി എന്ത് ചെയ്യണമെന്നറിയാവോ? 118 അതിന്റെ തൊട്ടടുത്ത സംഖ്യ. 118ന്റെ ഇരട്ടിയുടെ തൊട്ടടുത്തുള്ള സംഖ്യ ആരാ? 118ന്റെ ഇരട്ടി 216. 118ന്റെ ഇരട്ടി എടുക്കുക, അതിന്റെ കൂടെ 1 കൂട്ടുക. 118ന്റെ ഇരട്ടി 216 ആണോ? അല്ല, 236ന്റെ കൂടെ 1 കൂടെ കൂട്ടി ആൻസർ എത്ര വരും? 237. കണ്ടോ? 237. മൊത്തത്തിൽ എന്ത് ചെയ്യുക? 6 കൊണ്ട് വായിക്കുക. ഈ ഇക്വേഷൻ എങ്ങനെ ഉണ്ടായെന്ന് ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്നത് ഇന്ന ഉണ്ടായേ. ഓക്കെ അല്ലേ? ആദ്യം ചോദ്യത്തിൽ അവസാന സംഖ്യ അതേപടി എഴുതി. തൊട്ട് 1 കൂട്ടി തൊട്ടടുത്ത് തന്നെ ആ സംഖ്യ ഗുണിച്ചെഴുതി. ഇരട്ടിയുടെ കൂടെ 1 കൂട്ടിയിട്ട് അതും ഗുണിച്ചെഴുതി. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 118 ഗുണം 119 ഗുണം 119 ഗുണം 237 ഭാഗം മൊത്തത്തിൽ ഭാഗിക്കുന്നു എത്ര കൊണ്ട്? 6 കൊണ്ട്. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? വെട്ടിച്ചെറുതാക്കാം. എന്നാലേ യൂണിറ്റ് സ്ഥാനത്ത് ആരാന്ന് കിട്ടും. ആദ്യം 2 കൊണ്ട് വെട്ടിച്ചെറുതാക്കുന്നു. 2 കൊണ്ട് 118നെ വെട്ടിയാൽ എൻ്റെ ആൻസർ എത്ര വരും? 2 കൊണ്ട് 118നെ വെട്ടിയാൽ 18ന്റെ പകുതി 9. അവിടെ 100ന്റെ പകുതി 50. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 59 വരും. 2 കൊണ്ട് വെട്ടിയാൽ 6 അങ്ങ് 3 ആകും.
ശരിയല്ലേ? ഇനി 3 കൊണ്ട് വെട്ടാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. 7 5 12 237 നമുക്ക് വെട്ടാം. 3 കൊണ്ട് വെട്ടിയാൽ അവൻ ആരായി മാറും? 23 എന്നാണെങ്കിൽ 7 3 21, ബാലൻസ് 2 ഉണ്ട്. 3 കൊണ്ട് 27 വെട്ടിയാൽ ഇവിടെ ആൻസർ വരും 79. ഇനിയൊന്ന് ആലോചിച്ച് നോക്കേ, 59 ഗുണം 119 ഗുണം 79 എന്നായി മാറി ഉത്തരം. എങ്കിൽ നമ്മളുടെ ചോദ്യപ്രകാരം ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന ആളിനെ കിട്ടാൻ 9 അവസാനിക്കുന്ന 59 അവസാനിക്കുന്നത് 9 ഇനി 119 അവസാനിക്കുന്നത് 9 79 അവസാനിക്കുന്നത് 9 എങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് ആര് വരുമെന്നറിയാൻ 3 9കളെ ഗുണിക്കുക. ഈ 3 9കളെ ഗുണിക്കുക. ഒന്നുമില്ല, 9ന്റെ എണ്ണം ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ ആൻസർ വരുന്നത് 9 എന്ന് തന്നെയായിരിക്കും. 9ന്റെ ഗുണിതം എന്ന് പറയുന്നത് എണ്ണം, 9ന്റെ ഗുണനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ ഒന്നായിരിക്കും അവസാനിക്കുക, 1ലായിരിക്കും അവസാനിക്കുക. ഓക്കെ ആണോ? അപ്പോ 9 എന്ന് പറയുന്ന ആളിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണെങ്കിൽ, എണ്ണം ഒറ്റയാണെങ്കിൽ ആൻസർ 9ൽ തന്നെ അവസാനിക്കും. ഇനി എണ്ണം എന്ന് പറയുന്നത് ഇരട്ടയാണെങ്കിൽ ആൻസർ അവസാനിക്കുന്നത് 1ലായിരിക്കും. അതായത് ഞാൻ പറഞ്ഞു വന്ന കാര്യം നിസ്സാരമാക്കി പറയട്ടെ. എടാ, 9ന്റെ പവറായിട്ട് വരുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ എൻ്റെ ആൻസർ അവസാനിക്കുന്നത് 9ലാണ്. 9ന്റെ പവർ എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ എൻ്റെ ആൻസർ അവസാനിക്കുന്നത് 1ലാണ്. ഓക്കെ ആണോ? ഇതുപോലെ 4ന്റെ പട്ടിക ചൊല്ലുമ്പോഴും ഇങ്ങനെയൊരു സംഭവം വരുന്നുണ്ട്. എന്താ ആ സംഭവം എന്ന് നോക്കേ. 4ന്റെ പവർ എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ എൻ്റെ ആൻസർ അവസാനിക്കുന്നത് 4ലാണ്. 4ന്റെ പവർ ഈവൻ ആണ് എന്നാണെങ്കിൽ എൻ്റെ ആൻസർ അവസാനിക്കുന്നത് 6ലാണ്. ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ചേർത്ത് വെച്ചോ. രണ്ടാമത്തെ ചോദ്യം ഭംഗിയായി വേണ്ടുന്ന ഡീറ്റെയിലുകളെല്ലാം നേടിയെടുത്തുകൊണ്ട് പഠിച്ചില്ലേ? അടുത്തതാകുന്ന ചോദ്യം നോക്കാം. ഇവിടെ 84 എന്നാ വന്നിരിക്കുന്ന പവർ എത്ര? 84. അപ്പോ പവറിലുള്ളത് 84 എന്നാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 84 ഡിവൈഡഡ് ബൈ 4 നോക്കുമ്പോൾ എന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ വരുന്നത്? 0. കാര്യം 4 കൊണ്ട് ഭാഗിക്കാൻ പറ്റുന്ന ആളാണ് ആര്? 84. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിമൈൻഡർ എന്ന് പറയുന്നത് 0 വരുന്നതെങ്കിൽ പവറിൽ നിങ്ങൾ കൊടുക്കേണ്ടതാകുന്ന മൂല്യം 4. അതിനർത്ഥം ഇവിടെ നിങ്ങൾ 1/4 പ്ലസ് 2/4 പ്ലസ് അങ്ങനെ 3/4 അങ്ങനെ എവിടെ വരെ പോകേണ്ടതുണ്ട്? 75/4 വരെ പോകേണ്ടതുണ്ട്. അപ്പോ നന്നേ ബുദ്ധിമുട്ടുള്ള സാഹചര്യമായി മാറിയല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. പണി പാളിയല്ലോ നാഥാ എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്താ സാധനം എന്നറിയാവോ? എന്തുകൊണ്ടാണ് ഇത് ഇത്ര എളുപ്പമെന്നറിയാവോ? എടാ, 1 മുതൽ 10 വരെ ഒറ്റയുടെ സ്ഥാനം നോക്കേ. 1 2 3 4 5 6 7 8 9 10 ആകുമ്പോൾ 0 വരും. ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് 11 12 13 14 എന്ന് പറഞ്ഞു പോകുമ്പോൾ. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പൊ നമ്മൾ ചിന്തിക്കും 1 മുതൽ 10 വരെയുണ്ട്, അത് കഴിഞ്ഞാൽ 10 മുതൽ 20 വരെ എന്ന് പറയുമ്പോൾ 10 വേണ്ട, 11 മുതൽ 20 വരെ എന്ന് പറയുമ്പോൾ 11 മുതൽ 20 വരെ എന്ന് പറയുമ്പോൾ ആദ്യം എന്താണോ വന്നത് അതേ ഒറ്റ സംഖ്യ തന്നെ. ആദ്യത്തെ 10 പേർക്ക് വരുന്ന ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും രണ്ടാമത്തെ 10 പേർക്ക് വരുന്നത്. മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ, ഏഴാമത്തെ 10 പേർക്ക് വരെയും എന്തായിരിക്കും വരുന്നത്? ഈ പറയുന്ന സംഖ്യകളിൽ മാറ്റമൊന്നുമില്ല, ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് ഒരേ ആള് തന്നെ. അങ്ങനെയുള്ള സാഹചര്യമാകുമ്പോൾ നമുക്കൊരു എളുപ്പമുണ്ട്. എന്താണെന്നറിയാവോ? ദാ ഇങ്ങോട്ടൊന്ന് നോക്കൂ. ഞാൻ പറയുന്നു, ദാ ഈ ചോദ്യം ഇച്ചിരി സമയം എടുക്കുമായിരിക്കും, പക്ഷെ മനസ്സിലായാൽ പെട്ടെന്ന് കിട്ടും. ഞാൻ നോക്കേടാ, 1/4 കണ്ടുപിടിക്ക്. ആൻസർ 1 തന്നെ വരും. ഇനി ചോദിക്കുക, 2/4 എത്ര വരും? 2 4 തവണ വരണം. 2 4 8 16. ആൻസർ അവസാനിക്കുന്നത് 6ലായിരിക്കും. 2 4 8 16. അപ്പൊ ആൻസർ അവസാനിക്കുന്നത് 6ലായിരിക്കും. അടുത്ത നോക്കേ, 3/4 എന്ന് പറഞ്ഞാൽ എത്ര വരും? നോക്കണേ. 3 ഗുണം 3 9. 9 ഗുണം 3 27. 27 അവസാനിക്കുന്നത് 7ലാണ്. 7 ഗുണം 3 എത്ര വരും? 1. എന്റെ ആൻസർ 3/4 ആണെങ്കിൽ ചോദ്യം 3/4 ആണെങ്കിൽ അവസാനിക്കുന്നത് 1ലായിരിക്കും. അടുത്ത ആളെ നോക്കേ, 4/4. ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ സംഖ്യ 4ന്റെ പവർ എന്ന വണ്ണം വരുമ്പോൾ ഈവൻ ആകുന്ന സംഖ്യയാണെങ്കിൽ എന്റെ ഉത്തരം അവസാനിക്കുന്നത് 6ലായിരിക്കും. ഇനി നോക്കേ, 5/4 എന്ന് പറഞ്ഞാൽ ആരാ? 5ന്റെ പവർ വന്നാലും ആൻസർ എപ്പോഴും 5ൽ തന്നെ തുടരും. ഓക്കെ, ഒറ്റയുടെ സ്ഥാനം 5ൽ തന്നെ തുടരും. 6
10⁴ പവർ എന്ന് പറയുന്നത് 6ന്റെ പവർ ആണെങ്കിൽ എപ്പോഴും ആൻസറും എങ്ങനെ തന്നെ തുടരും 6 എന്ന അവസാന അക്കം എന്ന വണ്ണം തുടരും. അടുത്ത നോക്കേ 7⁴ ആണെങ്കിൽ 7ന്റെ സ്ക്വയർ എത്ര വരും? 49. അതിന്റെ കൂടെ 2 7ഉം കൂടെ. അപ്പോ 7 7 49, 9 അവസാനിക്കും. 7 40, 2 9കൾ ഗുണിച്ചാൽ 1ൽ അവസാനിക്കും. 7⁴ എന്ന് പറഞ്ഞ ഒറ്റയുടെ സ്ഥാനത്ത് 1. അടുത്തത് 8⁴ എന്നാണെങ്കിൽ 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64. 4 എത്ര വരും? 16. 6ലായിരിക്കും എന്റെ ആൻസർ അവസാനിക്കുക. ഓക്കെ ആണോ? 6ൽ അവസാനിക്കും. അപ്പൊ 8 × 8 64, 8 × 8 64, 4 × 4 16, 6ൽ അവസാനിക്കും. 9⁴ എന്ന് പറഞ്ഞാൽ 9ന്റെ പവർ ഈവൻ. എന്റെ ആൻസർ അപ്പൊ 1ൽ അവസാനിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 10⁴ എന്നാണെങ്കിൽ എന്റെ ആൻസർ എപ്പോഴും എവിടെ അവസാനിക്കും? 0ൽ അവസാനിക്കും. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. എടാ 1 മുതൽ 10 വരെ എന്താണോ വരുന്നതാകുന്ന ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യകൾ അത് 11 മുതൽ 20 വരെ ഉണ്ടാകും. അത് തന്നെ വീണ്ടും ആവർത്തിക്കും 21 മുതൽ എവിടെ വരെ? 30 വരെ. അത് കഴിഞ്ഞ് 31 മുതൽ ഈ പറയുന്ന ഒറ്റയുടെ സ്ഥാനം 40 വരെ വീണ്ടും ആവർത്തിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 41 മുതൽ 50 വരെ അത് വീണ്ടും ആവർത്തിക്കും. അത് കഴിഞ്ഞാൽ 51 മുതൽ 60 വരെ അത് വീണ്ടും ആവർത്തിക്കും. അത് കഴിഞ്ഞാൽ 61 മുതൽ 70 വരെ അത് വീണ്ടും ആവർത്തിക്കും. അത് മാത്രമല്ല പിന്നെ ഒരു 71 മുതൽ 75 വരെയുള്ള ആളുകളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, എത്ര തവണ ആവർത്തിച്ചു? 1 മുതൽ 10 വരെയുള്ള സ്ഥാനങ്ങളിലെ ഒറ്റയുടെ ആളുകൾ 1 തവണ, 2 തവണ, 3 തവണ, 4 തവണ, 5 തവണ, 6 തവണ, 7 തവണ 7 തവണ എന്ത് ചെയ്തു? ആവർത്തിച്ചു. 7 തവണ ഒറ്റയുടെ സ്ഥാനം ആവർത്തിച്ചു. അതിനർത്ഥം എന്താണെന്നറിയാവോ? ദാണ്ട് ഈ 1 + 6 + 1 + 6 + 5 + 6 + 1 + 6 + 1 + 0 ഈ ഒറ്റയുടെ സ്ഥാനങ്ങൾ മൊത്തം കൂടെ കൂട്ടണം. അപ്പോ 1 മുതൽ 10 വരെയുള്ള ആളുകളുടെ പവർ 4 വന്നാൽ കിട്ടുന്ന ഒറ്റയുടെ ആളെ കിട്ടും. ഒന്ന് കൂട്ടി നോക്കേ. എടാ കൂട്ടി നോക്കേ. താണ്ടേ 1 + 6 എത്ര വരും? താണ്ടേ 1 + 6 + 1 + 6 + 5 + 6 + 1 + 6 + 1 + 0 ഇങ്ങനെ വരുന്നത്. എല്ലാം കൂടെ ഒന്ന് കൂട്ടിയെടുത്തേ. 6ഉം 7 8 14 5 19 6 25 1 26 6 32 1 33 എന്റെ ആൻസർ അവസാനിക്കുന്നത് എത്രയിലായിരിക്കും? ഇവിടെ ആദ്യത്തെ 1 മുതൽ 10 വരെയുള്ള സ്ഥാനങ്ങൾക്ക് പവർ 4 വന്നാൽ എന്റെ ഉത്തരം അവസാനിക്കുന്നത് 3ലാ. ഇനി അങ്ങനെയാകുന്ന 3 എന്ന് പറയുന്ന ആൾ 7 തവണ ആവർത്തിക്കുന്നെങ്കിൽ ഗുണം 7 എന്ന് കൊടുക്കുക. 7 എന്ന് പറയുന്ന അത്രയും തവണ എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിക്കുന്നുണ്ട്. അപ്പോ 3 എന്നതാകുന്ന ഒറ്റ സംഖ്യ 1 മുതൽ 10 വരെ കിട്ടുമ്പോൾ വരുന്നുണ്ട്. അത് 7 തവണ ആവർത്തിച്ചാൽ ഗുണം 7 കൊടുക്കുക. പ്ലസ് 1 മുതൽ 5 വരെ എത്രയാകുന്ന തുക വരും എന്ന് കൂടി ഒന്ന് പരിഗണിച്ചു. 1 മുതൽ 5 വരെ അതാ നോക്കേ. 71ന്റെ 1 കണ്ടോ? 1 6 താണ്ടേ 1 6 താണ്ടേ 5 ഇത്രയും വരെ ഒന്ന് കൂട്ടണം. 75 വരെയുള്ള ഒറ്റയുടെ സ്ഥാനം കിട്ടാൻ. അപ്പോ 6 1 7 1 8 6 14 5 19 9ൽ അവസാനിക്കും. 7 × 3 എന്ന് പറഞ്ഞാൽ 1ൽ അവസാനിക്കും. 21ന്റെ 1ൽ അവസാനിക്കും. പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 9 + 1 10 എന്റെ ചോദ്യത്തിന്റെ ഉത്തരം അവസാനിക്കുന്നത് 0ലാണ് എന്ന് കിട്ടും അവിടെ നിന്ന്. കണ്ടോ? ഈ ഒരു ചോദ്യത്തിനകത്ത് ഇത്രയും ആകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. വലിയ സംഭവമൊന്നുമില്ല, നിസ്സാരം എന്ന വണ്ണം ഞാനിത് ഒരു തവണ ചെയ്ത് കാണിച്ചു തന്നു. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഈ ചോദ്യം കാണുമ്പോൾ തന്നെ ആലോചിക്കേണ്ടത് 1⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 1 2⁴ 2 4 8 അവിടെ 2 4 8 16 അപ്പോൾ 6ൽ അവസാനിക്കും. 3⁴ അപ്പോൾ 3 9 9 1 അടുത്ത 4⁴ അപ്പോൾ 4ന്റെ പവർ ഈവൻ ആണെങ്കിൽ അവിടെ 6ൽ അവസാനിക്കും. 5ന് 6 വന്നാലും 5, 6ന് 6 വന്നാലും 6, അവിടെ 7 ആണ്. 7⁴ ആണെങ്കിൽ എൻ്റെ ആൻസർ 1ൽ അവസാനിക്കും. 8⁴ 8 8 4 4 6ൽ അവസാനിക്കും. 9 ആണെങ്കിൽ 9ന്റെ പവർ 1ൽ അവസാനിക്കും. അത് കഴിഞ്ഞ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 ആണെങ്കിൽ എൻ്റെ ആൻസർ 0ൽ അവസാനിക്കും. അതുകൊണ്ട് ഞാൻ അതിനെ എഴുതില്ല. ബാക്കി ഇത്രയും കൂടെ കൂട്ടെ. 6 1 7 8 14 19 25 26 35 1 36 അല്ല, ഒന്നുകൂടെ 6 7 8 14 19 25 26 6 എത്ര വരും? 32 1 33 വരും. 33 എന്നാണെങ്കിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന 33 എന്ന് പറയുന്നതില് അവസാന അക്കം 3 അല്ലേ? അതായിരിക്കും 1 മുതൽ 10 വരെ. അങ്ങനെയുള്ള 70 വരെയുള്ള ആളുകളിൽ ഈ 3 എന്ന് പറയുന്ന അക്കം 7 തവണ ആവർത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് വേണം? 75 വരെയുള്ള തുക വേണം. 75 എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ 5 പേര്. അപ്പോൾ 6 7 8
14 5 19 9 അവസാനിക്കും. അപ്പോൾ 7 3 21 അവിടെ 9 ഉണ്ട്. കൂട്ടുമ്പോൾ എൻ്റെ ആൻസർ 0 അവസാനിക്കുമെന്ന് കിട്ടും. കിട്ടിയോ? അടുത്തതാകുന്ന ചോദ്യം നോക്കാം. സൈക്ലിസിറ്റി 4 ആണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ പവർ നോക്കേ 2 3 4 ഫാക്ടോറിയൽ. ഓക്കെ, ഈ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമ്മൾ എഴുതും 1 ഗുണം 2 ഗുണം 3 ഗുണം 4 ഗുണം അങ്ങനെ എവിടെ വരെ വരും? ഇവിടെ 234 വരെ വരും. ഓക്കെ അല്ലേ? 973 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഇവിടെ 1 ഗുണം 2 ഗുണം ഇങ്ങനെ 3 ഗുണം 4 ഗുണം ഇങ്ങനെ എവിടെ വരെ വരും? 973 വരെ വരും, ശരിയല്ലേ? സൈക്ലിസിറ്റി 4 ആ. ഞാൻ പറഞ്ഞു പവർ ആകുന്ന ആള് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുക. ഒന്ന് ആലോചിച്ച് നോക്കേ, പവറിനകത്ത് 4 ഇങ്ങനെ ഗുണിച്ചെഴുതുമ്പോൾ 4 എല്ലായിടത്തും വരുന്നുണ്ട്, ശരിയല്ലേ? അതായത് 234 ഫാക്ടോറിയലും 973 ഫാക്ടോറിയലും രണ്ടുപേരും എന്ത് ചെയ്യുന്ന ആളുകളാ? 4 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ആളുകളാ. എങ്കിൽ റിമൈൻഡർ 0യാ. എന്നാണെങ്കിൽ റിമൈൻഡർ 0 വന്നാൽ പവർ 4 കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 3/4 ലാസ്റ്റ് ഡിജിറ്റ് 3 3/4 ഇൻറ്റു ലാസ്റ്റ് 4 ആണ്. അവിടെ എന്ത് വരും? 4/4 എന്ന് വരും. ഓക്കെ അല്ലേ? 3യുടെ പവർ 4 വന്നാൽ 3 ആൻസർ എന്ന് പറയുന്നത് എങ്ങനെ വരും? ഇവിടെ 3/4 ആണെങ്കിൽ ആൻസർ 1ൽ അവസാനിക്കും. 4ന്റെ പവർ ഈവൻ ആയതുകൊണ്ട് 6ൽ അവസാനിക്കും. എൻ്റെ ആൻസർ അതുകൊണ്ട് 6ൽ അവസാനിക്കും. ഓപ്ഷൻ ബി ഇസ് എ കറക്റ്റ് ആൻസർ. നിസ്സാരമായിട്ട് ചെയ്ത കണ്ടോ? അടുത്ത ചോദ്യം നോക്കേ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പരിഗണിക്കുന്ന ആളാണ്. മക്കളെ, ഞാൻ പറഞ്ഞു 4ന്റെ പവർ എന്ന് പറയുന്നത് ഓഡ് എന്നാണ് വരുന്നതെങ്കിൽ എൻ്റെ ആൻസർ 4 തന്നെ വരണം. എൻ്റെ 4ന്റെ പവർ എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 6 വരണം. ഇനി 9 ആണെങ്കിൽ പവർ ഓഡ് ആണെങ്കിൽ എൻ്റെ ആൻസർ 9ൽ വരണം. 9 എന്ന് പറയുന്ന ആളിൻ്റെ പവർ ആകുന്ന ആൾ ഈവൻ ആണെങ്കിൽ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര വരണം? അവിടെ ഈവൻ ആണെങ്കിൽ 1ലായിരിക്കും എൻ്റെ ആൻസർ വരിക. അറിയാമല്ലോ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇവിടെ 4ന്റെ പവർ 1, ഇവിടെ 9ന്റെ പവർ 2, 4ന്റെ പവർ 3, ഇങ്ങനാ പോകുന്നത്. 4ന്റെ പവറുകളെ ഒന്ന് ചേർത്തേ. 4ന്റെ പവർ 1 3 5 7 9 ഇങ്ങനല്ലേ പോകുന്നത്? അല്ലേടാ? ആണ്. അങ്ങനെയുള്ള ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 1 മുതൽ 100 വരെ എത്ര സംഖ്യകളുണ്ട്? 1 മുതൽ 100 വരെ എത്ര സംഖ്യകളുണ്ട്? ഒറ്റ സംഖ്യകളായിട്ട്, ഓഡ് നമ്പറുകളായിട്ട്. 50 ഓടുകളും കാണും, അതുപോലെ തന്നെ 50 നമ്പറുകൾ ഈവൻ ആയിട്ടും കാണും. 1 മുതൽ 100 വരെ 50 ഓടും കാണും, 50 ഈവനും കാണും. അതിനകത്ത് ഈവൻ ആകുന്ന സംഖ്യ 1 കുറവുണ്ട്. കാര്യം 99 വരെയുള്ളൂ, 1 കുറവുണ്ട്. അപ്പോൾ ഒരു 49 ഈവൻ നമ്പറും 50 ഓഡ് നമ്പറും കാണും, ശരിയല്ലേ? 49 ഓഡ് നമ്പറും കാണും, 49 ഈവൻ നമ്പറും കാണും. അതുപോലെ തന്നെ എന്തും കാണും? അവിടെ 49 ഈവനും 50 ഓഡ് നമ്പറും കാണും. അപ്പോൾ അതിനർത്ഥം എന്താ? ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ 4ന്റെ പവർ എന്ന് പറയുന്നത് 4 എന്നല്ലേ വരണ്ടേ? അതിനർത്ഥം 4 എന്ന് പറയുന്ന ആൾ എത്ര എണ്ണം ഉണ്ടാകും? അങ്ങനെ ഒരു 50 4കൾ ഉണ്ടാകും. 50 4കൾക്ക് പകരം എനിക്ക് എന്തെഴുതാം? 4 50 തവണ വന്നതുകൊണ്ട് 4/50. ഇനി 9ന്റെ പവർ ഈവനുകളാ, 2 4 6 8. അങ്ങനെ 9ന്റെ പവർ ഈവൻ ആണ് വരുന്നതെങ്കിൽ യൂണിറ്റ് സ്ഥാനത്ത് വരുന്നത് 1, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അവിടെ യൂണിറ്റ് സ്ഥാനത്ത് 1 ആണ്. അവിടെ പവർ ആയിട്ട് വരുന്നത് 99 എണ്ണത്തിനകത്ത് ബാലൻസ് 49 എണ്ണം ഈവനുകളായിട്ടുണ്ടാവും. ഡൗട്ടില്ലേ? 4ന്റെ പവർ 50 ആണെങ്കിൽ യൂണിറ്റ് സ്ഥാനം ആരാ? 4ന്റെ പവർ ഈവൻ ആണ് എങ്കിൽ നമുക്കറിയാം ആൻസർ വരാൻ പോകുന്നത് 6 എന്നായിരിക്കും. എൻ്റെ ആൻസർ ഓപ്ഷൻ ബി 6 എന്നായിരിക്കും വരിക. കണ്ടോ മക്കളെ? വളരെ ചലഞ്ചിങ് ആകുന്ന ഒരു 5 ചോദ്യങ്ങൾ. എന്താ? വളരെ ചലഞ്ചിങ് ആകുന്ന 5 ചോദ്യങ്ങൾ. ക്ലാസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നില്ല, ഇഷ്ടപ്പെട്ട് കാണും എന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടേതാകുന്ന അഭിപ്രായം കൃത്യമായും കമന്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തിയാൽ ഇതുപോലെയുള്ളതാകുന്ന കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടേണ്ടി വരും. അപ്പോൾ അടുത്തതാകുന്ന ക്ലാസ്സിൽ കണ്ടുമുട്ടാം. നിങ്ങളുടെ ചിരി എപ്പോഴും ഉണ്ടാകണം, നിങ്ങളുടെ ചിരിയും നിങ്ങളുടെ സന്തോഷം എപ്പോഴും ഉണ്ടാകണം. ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും നിങ്ങളുടെ അറിവുകൾ പരമാവധിയാകുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കണം. വളരുന്നില്ല എങ്കിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയുള്ളതായിരിക്കണം, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നായിരിക്കണം എന്നൊക്കെ കമന്റ് ബോക്സിൽ ഇറ. അപ്പോൾ നമുക്ക് അടുത്തതാകുന്ന വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.